കോട്ടച്ചേരി കുന്നുമ്മൽ ധർമ്മശാസ്ത്ര ക്ഷേത്ര മഹോത്സവം ഡിസംബർ 19-20 തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. കോട്ടച്ചേരി കുന്നുമ്മൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര മഹോത്സവം ഡിസംബർ 19-20 തീയതികളിലായാണ് നടക്കുന്നത്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി 19 രാവിലെ 8:30 മുതൽ വൈകുന്നേരം 5:30 വരെ വിവിധ ഭജന സമിതികളുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ ഭജന നടക്കും. വൈകിട്ട് 6:30 മടിക്കൈ നാദക്കോട്ട് കഴകം വനിതാ പുരക്കളി സംഘം വനിതാ പുരക്കളി അവതരിപ്പിക്കും. തുടർന്ന് വിവിധ സംഘങ്ങളുടെ തിരുവാതിരയും കൈകൊട്ടിക്കളിയും അരങ്ങേറും. 20 രാവിലെ ബ്രഹ്മശ്രീ KU പത്മനാഭ തന്ത്രി അരവത്തിന്റെ കാർമ്മികത്വത്തിൽ 108 തേങ്ങകൾ കൊണ്ടുള്ള മഹാഗണപതി ഹോമം നടക്കും. തുടർന്ന് അഭിഷേകം, ഉഷപൂജ, ഉച്ചപൂജ, ഭജന എന്നിവ നടക്കും. ഉച്ചയ്ക്ക് 12:30 മുതൽ 2:30 വരെ അന്നപ്രസാദം. തുടർന്ന് വിവിധ സംഘങ്ങളുടെ ഭജന തുടരും. വൈകുന്നേരം 7 മണിക്ക് പേട്ടത്തുള്ളൽ, പഞ്ചവാദ്യം, താലപ്പൊലിയേന്തിയ ബാലികമാർ, പുലിക്കളി, വിളക്ക് നൃത്തം, ദേവനൃത്തം, പുരാണ നിശ്ചല ദൃശ്യങ്ങൾ തുടങ്ങിയവയോടുകൂടി പുതിയകോട്ട പൂങ്കാവനം ശിവക്ഷേത്രത്തിൽ നിന്ന് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് അയ്യപ്പ വിഗ്രഹ എഴുന്നള്ളത്ത് ഘോഷയാത്ര നടക്കും. രാവിലത്തെ പൂജ കർമ്മങ്ങൾക്ക് ശേഷം 10:30 മുതൽ 12 മണി വരെ വിവിധ സമിതികളുടെ സംഗീതാർച്ചന ആണ് 20 തീയതിയുടെ പ്രത്യേകത. 12 മുതൽ 2:30 വരെ ഭക്തജനങ്ങൾക്ക് അന്നപ്രസാദം ഉണ്ടായിരിക്കുന്നതാണ്. തുടർന്ന് 2:30 കാശിനാഥ മനസ്സത്തിന്റെ ഭജന 4 മണി വരെ 2:30 4 മണി വരെയാണ് കാശിനാഥ മനസ്സത്തിൽ. വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെ നാമസങ്കീർത്തനം വളവൻ ശ്രീ ദുർഗാഭജനസമിതിയുടെ ആണ് നടത്തുന്നത്. വൈകുന്നേരം 6-7 മണി മുതൽ ഹോത്തൂർ പൂങ്കാവനം ശിവക്ഷേത്രത്തിൽ നിന്ന് അയ്യപ്പ വിഗ്രഹ എഴുന്നള്ളത്ത് വയനാട് കുന്നുമ്മൽ അമ്പലത്തിലേക്ക് ഘോഷയാത്ര ഉണ്ടാവുന്നതാണ്. ആഘോഷ പരിപാടികളുടെ ഭാഗമായി രാത്രി 7 മണിക്ക് ജനനി കാഞ്ഞങ്ങാട് അവതരിപ്പിക്കുന്ന ചൂട്ട് എന്ന നാടകം അരങ്ങേറും. രാത്രി 10:30 ശ്രീഭൂതബലി, അത്താഴപൂജ, മഹാപൂജ, തിടമ്പ് നൃത്തം എന്നിവയും നടക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ അശോകൻ കാഞ്ഞങ്ങാട്, ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ P രാധാകൃഷ്ണൻ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ K ശരത് കുമാർ, ക്ഷേത്രം ജനറൽ സെക്രട്ടറി PK ദാമോദരൻ, ട്രഷറർ രാമകൃഷ്ണൻ, P രമേശൻ, PV സുനിൽകുമാർ, ചന്ദ്രൻ കാരളി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.